നമസ്കാരം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം, ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റം, ഇവയെല്ലാം നീതിപീഠങ്ങളെയും വ്യക്തി സ്വാതന്ത്ര്യങ്ങളെയും അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധത്തെയും പല കാലങ്ങളെയും പല ഘട്ടങ്ങളെയും ഉത്തേജിപ്പിച്ചു. കാലാവസ്ഥ അത്തരമൊരു ഉത്തേജനത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ കടക്കേണ്ടത് ഇവിടെ. അപ്പോഴേക്കും ചുറ്റും നിന്ന് വരുന്ന വാർത്തകൾ പൗരത്വത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും എല്ലാമാണ്. സാമൂഹികമായ സാംസ്കാരികമായ വിഷയങ്ങളിൽ പ്രകൃതി കടന്ന് ചെല്ലുന്നതിന് പകരം വികാരങ്ങൾ കടന്നു പോകുന്നു. അവിടെ നിന്നുമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകണമെന്ന് ഒരുപിടി ആളുകൾക്ക് നിർബന്ധമുള്ള ചില ഘടകങ്ങളിലേക്ക് നമ്മൾ കടക്കും. പലതുകൊണ്ടും എല്ലാം കൊണ്ടും നിർണായകമാണ് ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡം. ആ ഉപഭൂഖണ്ഡം എന്ന വിളിപ്പേരിന് യാഥാർത്ഥ്യമുണ്ടോ, ഔദ്യോഗികമാണെന്നും നമുക്കറിയില്ല. പലപ്പോഴും ഇന്ത്യയുടെ ദേശീയ കളി ഹോക്കിയാണ് എന്ന് പറയുന്ന പോലെ അതിന് ഔദ്യോഗികതയുണ്ട് എന്ന് നമ്മൾ പലതുകൊണ്ടും വിശ്വസിച്ചു പോയി. എന്നാൽ എല്ലാം കൊണ്ടും അതാണ് ശരിയെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. സ്ട്രാറ്റജിക്കായിട്ട് തന്ത്രപ്രധാനമായ, ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭൂവിഭാഗം എന്ന് പറയാവുന്നത് ഇന്ത്യയാണെന്ന് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലം. ആ കുറച്ചു കാലം എന്നത് അരപ്പതിറ്റാണ്ടിൽ താഴെയുള്ള സംഭവവികാസങ്ങൾ അത് വെച്ച് മാത്രം ചേർത്ത് നമുക്ക് പറയാം. പ്രകൃതിയും മതവും പൗരാവകാശങ്ങളും വലിയ രീതിയിൽ ചേർന്ന് പോകുന്ന ചില സംഭവവികാസങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അണുനിമിഷം എന്നെല്ലാം പറയാം. പുരോഗമനവാദിയായ, സ്വതന്ത്ര ചിന്താഗതിക്കാരിയായ, മതേതരവാദിയായ ഒരു ഭരണാധികാരി ഏകാധിപതിയായി ആയിക്കഴിഞ്ഞപ്പോൾ അഭയം തേടി അയൽപ്പക്കത്തെത്തുന്നു. ആ അയൽപ്പക്കത്ത് ജനാധിപത്യവാദിയായ, പുരോഗമനവാദിയായ ഒരാൾ പ്രതിപക്ഷത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഭരണാധികാരിയെ തുരത്തി ഓടിക്കേണ്ടത് ആവശ്യമായിരുന്ന ഒരു കൂട്ടം ആളുകൾ, സംഘടിതമായ ഒരു ശക്തി, ആ ശക്തിയെ പ്രീണിപ്പിക്കുന്ന ഒരു ജനാധിപത്യവാദിയായ വ്യക്തി. പറഞ്ഞു വരുന്നത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും കുറിച്ചാണ്, ഷെയ്ഖ് ഹസീനയും രാഹുൽ ഗാന്ധിയെയും കുറിച്ചാണ്. സംഘടിതമായ ഒരു ശക്തിക്ക്, ഒരു മതവിഭാഗത്തിന് ജനാധിപത്യബോധം അടിയറു വെച്ച രാഹുൽ ഗാന്ധിയിൽ നിന്നും മതേതരബോധത്തെ ജനാധിപത്യത്തിന് അടിയറു വെച്ച ഷെയ്ഖ് ഹസീനയ്ക്കുള്ള ദൂരം ഏറെക്കുറെ സമാനം. അവിടെ എത്താൻ പോകുന്നയാൾ മുഹമ്മദ് യൂനിസ്. അരുന്ധതി റോയോളം തരം താഴുന്നില്ലെങ്കിലും ഒരുപക്ഷെ രാമചന്ദ്ര ഗുഹയുടെയോ അല്ലെങ്കിൽ കേരളത്തിലെ സ്വയം പ്രഖ്യാപിത മാധവ് ഗാഡ്ഗിൽ എന്ന് പറയാവുന്ന CR നീലകണ്ഠനെയൊക്കെ പോലെ നേരത്തെ പറഞ്ഞ സംഘടിത ശക്തിക്ക് മുന്നിൽ സ്വയം അടിയറ വെച്ച ആളുകൾ.
ഇന്ത്യയും അമേരിക്കയും ചൈനയും റഷ്യയും യൂറോപ്പും മലയാളിയും തെലുങ്കനും തായ്ലൻഡുകാരനും ഫ്രഞ്ചുകാരനുമില്ല, മുസ്ലിം ഇസ്ലാം മതവിശ്വാസി മാത്രമേ ഉള്ളൂ, മുസ്ലിം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവർ മുഹമ്മദ് ഹിജാബായി, മീഡിയ വണ്ണിലെ അജിംസായി നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ധിഷ്ണാശാലികളായ വ്യക്തികളെയല്ല നമുക്ക് വേണ്ടത്. ഹംഗറിയിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഇന്ത്യയിലുമുള്ള ഇപ്പോഴുള്ള ഭരണാധികാരികളെയാണ് വേണ്ടതെന്ന് ലോകം വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില സുപ്രീം കോടതി വിധികളിലേക്ക് പോകുന്നത്. കാരണം ആ സുപ്രീം കോടതി വിധികൾ അതുമായി ചേർത്ത് വെച്ച് ചർച്ചയാകാൻ പോകുന്ന CAA അടക്കമുള്ള വിഷയങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ മാതൃരാജ്യത്തിന് വലിയ പങ്കുണ്ട്. ഇന്ത്യയിലെയും കേരളത്തിലെയും മുതൽ കേരളത്തോട് സമാനമായ പുരോഗമന കാഴ്ചപ്പാടുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ വരെ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ഘടകം തന്നെയാണ്. ജനാധിപത്യവാദി മതേതരവാദി ആയില്ലെങ്കിൽ, മതേതരവാദി ജനാധിപത്യവാദി ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന് ഒരുപാട് തെളിവുണ്ട്. ആ തെളിവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കടന്നു പോകാൻ വിധിക്കപ്പെടുന്നത്. തിരിച്ചറിവുകളിലേക്ക് മനുഷ്യ സമൂഹം എത്തിയേ തീരൂ എന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലും സാമൂഹിക ശാസ്ത്രത്തിലും ഇപ്പോഴും ചർച്ചയാവുന്നത് മറ്റു പലതുമാണ് എന്നുള്ള വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് നേരത്തെ പറഞ്ഞ ഖാദർ കമ്മിറ്റിയുടെയും വഖഫ് ബോർഡിൻ്റെയും അല്ലെങ്കിൽ CAAയുടെയും ഭാവി എന്ന് പറയും. എതിർക്കപ്പെടേണ്ടതും പുരോഗമനപരമായ ഒരുപാട് ആശയങ്ങൾ ഒരുപോലെ ഉണ്ട് ഖാദർ കമ്മിറ്റിയിലെങ്കിലും നേരത്തെ പറഞ്ഞ സംഘടിതമായ മുസ്ലിം വോട്ടുകൾ നിർണ്ണയിക്കാൻ പോകുന്ന ചില തീരുമാനങ്ങളിലാണ് ഈ CAAയും ഖാദർ കമ്മിറ്റിയുമില്ല. CAA പൂർണ്ണമായും മനുഷ്യത്വ വിരുദ്ധമെന്ന് പറയാവുന്ന ഒരു നിബന്ധന അതിൽ വയ്ക്കുമ്പോഴും ഷെയ്ഖ് ഹസീനയുടെ പലായനം CAAയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് തിരുത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ നിലനിൽപ്പ്, കിടപ്പ് അത്തരത്തിലുള്ള അതേപോലെ തന്നെയാണ് ഖാദർ കമ്മിറ്റിയുടെ കാഴ്ചപ്പാടാണ്. അവിടെ നിന്നുമാണ് ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ മുസ്ലിം പൗരോഹിത്യം ഉയർത്താൻ പോകുന്ന വെല്ലുവിളികളും CAAയും വഖഫ് ബോർഡുമെല്ലാം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. എന്നാൽ ആ വഖഫ് ബോർഡിൽ എടുക്കാൻ പോകുന്ന നടപടികൾ, അതിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയവും മത താല്പര്യങ്ങളുമെല്ലാം നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ പോലും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വഖഫ് ബോർഡിൽ വലിയൊരളവോളം ഭൂമിയുടെ അധികാരത്തിൻ്റെ വികേന്ദ്രീകരണമാണ്. അതിനെ കൂടുതൽ വിശാലമാക്കലാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഭവിക്കേണ്ടത് ഇപ്പോൾ കൊണ്ടുവന്ന നയപ്രകാരം. അവിടെ നിന്നുമാണ് നമ്മൾ
പ്രകൃതി ദുരന്തങ്ങൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ തുടർക്കഥയാകുമ്പോൾ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട്, നേരത്തെ പറഞ്ഞ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവേണ്ട അടുത്ത് മതവും പൗരോഹിത്യവും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ലിംഗനീതിയും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുന്ന നയങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ കടക്കണം എന്നുള്ള ചർച്ച കൂടി ഇവിടെയാണ് വരുന്നത്. ഇതെല്ലാം വലിയൊരോളം ചേർന്ന് കിടക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിൽ ആദ്യത്തേതാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടത്. ആ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്മയ മിഷനും അമൃതാനന്ദമയി മഠവും ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും നമ്മുടെ മുന്നിൽ എത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നു, മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം, അതിനെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഇതിനെ കുറിച്ചാണ്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച, ആ നിയമവുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ചയ്ക്ക് ഇത് തുടക്കം കുറിക്കുന്നു, അല്ലെങ്കിൽ തുടക്കം കുറിക്കേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അമൃതാനന്ദമയി മഠമായാലും ഈശായോഗിയുടെ ഇടമായാലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സേവനങ്ങളായാലും ചിന്മയ മിഷനായാലും ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു വലിയ സംഘടിതമായ ശാക്തീകരണമാണ്, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. അവിടെയാണ് നമ്മൾ മതം നിഷേധിക്കാൻ, മതത്തെ എതിർക്കാനുള്ള ഒരു പൗരാവകാശമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇമ്രാൻ ഹഷ്മിയും സൽമാൻ റുഷ്ദിയും ചേകനൂർ മൗലവിയും ദബോൽക്കറും എല്ലാമുള്ള ഒരു സമൂഹത്തിൽ മതത്തെ വിമർശിക്കുന്നവരെ, നിഷേധിക്കുന്നവരെ, അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണകൂടങ്ങൾ നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള നിയമ സംഹിത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഇതിൽ ആദ്യം ഉയരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ പൗരാവകാശങ്ങളും ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം ഉണ്ടാവുന്നത് ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരിടത്താണ്. ഇതിൽ ആദ്യത്തേതാണ് വഖഫ് ബോർഡിലെയും CAA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ കൊണ്ടുവരേണ്ട മതപഠനവും മതനിഷേധവുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എതിർത്ത് സംസാരിക്കുന്നവന്, ഒറ്റപ്പെട്ടു പോകുന്ന ശബ്ദത്തിന് നിയമപരിരക്ഷ നൽകേണ്ടത് ഭരണകൂടങ്ങൾ ഉത്തരവാദിത്തമാകുമ്പോൾ അവർ ചിന്തിക്കുന്ന രീതിക്ക് മാറ്റം വരുത്താൻ അവർ നിർബന്ധമാണ്. ഇനിയാണ് നമ്മൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ ശാസ്ത്രജ്ഞർ അവരെല്ലാം വിസ്മൃതിയിലേക്ക് തള്ളാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും. തുടർച്ചയായ പ്രകൃതിയുടെ പെരുമാറ്റ വൈകല്യം പോലും അത്തരമൊരു ചിന്തകളിലേക്ക് നമ്മെ അയക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്. ആ നിയമത്തിലൂടെ ഈശായോഗയും നേരത്തെ പറഞ്ഞ മിഷണറിമാരും അമൃതാനന്ദമയി മഠവുമെല്ലാം കൈയടക്കി വച്ചിരിക്കുന്നു അവർക്ക് ലഭിച്ചതുമായ സ്ഥലവും സമ്പത്തുമെല്ലാം എങ്ങനെ നമുക്ക് പുതിയൊരു പുനരുപയോഗത്തിന് സാധ്യതയാവുന്നു എന്ന് തിരിച്ചറിയുന്നു. ഇതിൽ ആദ്യത്തേത് നേരത്തെ വഖഫ് ബോർഡിൽ ചെയ്തതുപോലെ വലിയ രീതിയിലുള്ള നിയമത്തിൻ്റെ ഒരു കടന്നുകയറ്റം അവിടേക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ടത് കുറച്ച് വ്യക്തികളോ കുറച്ച് സംഘടനകളോ ചെയ്യുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭൂവിനിയോഗം എന്നത് ഭയമുളവാക്കുന്ന നിഗൂഢമായ ഒരു പ്രക്രിയയായിട്ട് മാറുമ്പോൾ
സമൂഹത്തിലേക്ക് എത്തിച്ചേരേണ്ട, ഭരണകൂടങ്ങൾ നേരിട്ട് നൽകേണ്ട സംവിധാനങ്ങൾ, അത് ജീവകാരുണ്യമാവാം, വിദ്യാഭ്യാസമാവാം, ഇതെല്ലാം കുറച്ച് ആളുകൾ ചെയ്യുന്നു. അവർ അത് നേരിട്ടോ അല്ലാതെയോ മതം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതല്ലാതെ ഉപയോഗിക്കുന്നവരുമുണ്ട്. എങ്കിൽ പോലും സമൂഹത്തിൻ്റെ ആസ്തികളെയാണ്, അത് ഭൂമിയാവാം, സമ്പത്താവാം, ഇതിൽ പലതും എത്തുന്ന വിദേശ പണമടക്കം പലപ്പോഴും സുതാര്യമായ ഒരു രീതിയിൽ തന്നെയായിരിക്കാം ആ സമ്പത്ത് എത്തുന്നെങ്കിൽ പോലും, ആ ഭൂവിനിയോഗം നടക്കുന്നെങ്കിൽ പോലും അത് പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് എത്തേണ്ട, ഭരണകൂടങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് എത്തേണ്ട സംവിധാനമായിട്ട് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള ചർച്ചകളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ഇതാണ് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ആദ്യത്തേത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. മതത്തെയും ദൈവത്തെയും വിമർശിക്കുന്നവർക്ക് സംരക്ഷണം നൽകാൻ, കാരണം അവർ ന്യൂനപക്ഷങ്ങളാണ്, യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾ. അവർക്ക് സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥനാണ്. ഞാനൊരു വിശ്വാസിയാണ്, 100% വിശ്വാസിയാണ്, അമ്പലത്തിൽ പോകുന്ന ആളാണ്. എങ്കിൽ പോലും മതത്തെയും ദൈവത്തെയും വിമർശിക്കുന്നവർക്ക് ഭരണകൂടങ്ങൾ സംരക്ഷണം നൽകുമ്പോൾ, ലിംഗന്യൂനപക്ഷങ്ങളെ പോലെ, സ്വവർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പോലെ അവർക്കെല്ലാം സംരക്ഷണം നൽകുന്ന അതേ സംരക്ഷണം, അവർ പറയുന്നതിലെ തെറ്റും ശരിക്കും അപ്പുറം ആ സംരക്ഷണം നൽകാനുള്ള ബാധ്യത, ആ തെറ്റോ ശരിയോ പറയാനുള്ള അവരുടെ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ളൊരു ബാധ്യതയെക്കുറിച്ച്, ഒരു സാധ്യതയെക്കുറിച്ചാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമം ആദ്യം നമ്മൾ പറയും. അത് നരേന്ദ്രമോദിയുടെ ഉദ്ദേശം എന്ത് തന്നെയായിരുന്നു. രണ്ടാമത്തേതാണ് ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ടത്. ഭൂകമ്പ മേഖലയിലടക്കം കടന്നു എന്ന് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ട് സർക്കാരിന് കീഴിൽ കൊണ്ടുവന്നുകൂടാ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായും ഈ മഠങ്ങൾ, ഈ ഇടങ്ങളെല്ലാം സംഭവിക്കുന്ന 99% മതപരിവർത്തനമോ അല്ലെങ്കിൽ ആധ്യാത്മികത പേരുള്ളൊരു വ്യവസായമോ തന്നെയാണ് നടക്കുന്നതെന്ന് 99% നമുക്ക് ഉറപ്പോടെ പറയാം. അത് സിസ്റ്റർ അബി ആവാം, സത്നം സിംഗ് ആവാം, ഇതെല്ലാം നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ടുണ്ട്. അപ്പോൾ അവരെ നിയമത്തിൻ്റെ ഒരു കണ്ണിന് കീഴെ കൊണ്ടുവരാൻ കഴിയുമ്പോൾ, ഈ ഭൂമിയെല്ലാം വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ വലിയ മാറ്റം അതിലൂടെ സംഭവിക്കും. കാരണം ഭൂവിനിയോഗത്തിൻ്റെ അശാസ്ത്രീയത, അതിലെ സാമ്പത്തിക വാണിജ്യ താല്പര്യങ്ങൾ, അതിലെ രാഷ്ട്രീയമായ ശക്തി, അത് ജോഷിമഠായി, വയനാടായി നമ്മുടെ മുന്നിലെത്തുകയാണ്. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക്, റോഡുകൾ ഉപയോഗമടക്കമുള്ളവയിൽ പുതിയൊരു നയത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ വസ്തുവകകൾ, സമ്പത്ത് കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, ഭരണകൂടങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് കണ്ടെത്താൻ ഭരണകൂടങ്ങൾക്കുള്ള വലിയൊരു അവസരമായിട്ട്, വലിയൊരു ചിന്തകളായിട്ട് ഇത് നമുക്ക് മാറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മൂന്നാമത്തേതിലേക്ക്, അതാണ് ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യം. അതിലാദ്യത്താണ് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വഖഫ് ബോർഡിലെ ഭരണസമിതിയിൽ കാണിക്കുന്ന അതേ ലിംഗസമത്വത്തോടുള്ള അതേ താല്പര്യം വനിതാ പൂജാരിമാരടക്കമുള്ള കാര്യങ്ങളിൽ, സ്ത്രീകളുടെ ജൈവികമായ സവിശേഷതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അവർക്ക് ഉണ്ടാകുന്ന വിലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, യേശുദാസിന് വന്ന് പാടാൻ കഴിയാത്ത ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകൾ പോകാൻ ഇത് വഴിവെക്കേണ്ടിയിരിക്കും. കാരണം ജീവകാരുണ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ, സത്നം സിംഗ് മറുവശത്ത് നിൽക്കുമ്പോൾ അമൃതാനന്ദമായി നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. BJP തീവ്ര ഹൈന്ദവതയെ അവതരിപ്പിക്കുന്ന പലപ്പോഴും ഇത്തരമൊരു തട്ടിൽ നിന്നുകൊണ്ട്, അത് ക്ഷേത്രപ്രവേശന വിളംബരം ഒരു രാജകുടുംബത്തിൻ്റെ ദാനമായിട്ട് അവർ ഉയർത്തിക്കാട്ടുന്നു. ചിന്മയ മിഷൻ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തുള്ള, ഞാൻ പോകാറുള്ള പാലക്കാട് ചിന്മയ മിഷനിൽ
നമുക്ക് കാണാൻ കഴിയുന്ന അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന, വരുന്നവർക്ക് അനുഗ്രഹം നൽകാൻ തയ്യാറായി നിൽക്കുന്ന പൂജാരിമാരെയും സന്യാസിമാരെയും അവർക്ക് ചുറ്റുമുള്ള അംഗരക്ഷകരെയും. ആ അംഗരക്ഷകർ എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള സംരക്ഷണവും അവരുടെ പൂജാരിമാർക്കോ ആ സന്യാസിക്കോ നൽകാൻ തയ്യാറാണെന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ദേവസ്വം ബോർഡുകളിലൂടെ നമ്മൾ കടന്നു കയറ്റം നടത്തേണ്ടത്. അതിലാദ്യത്തേത് നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായും അമ്പലങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ജനകീയ കൂട്ടായ്മ തന്നെ. എന്നാൽ അത് ജനകീയ കൂട്ടായ്മയാകാതെ വലിയ യാന്ത്രികതയായിട്ട് പരിണമിക്കുന്നതോടെ ദേവസ്വം ബോർഡുകളിലേക്ക് അല്ലെങ്കിൽ ഓരോ ചെറിയ അമ്പലത്തിലേക്കും ദേവസ്വം ബോർഡ് നേരിട്ട് കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകത അവിടെ ഉണ്ടാവുകയാണ്. പരിസരത്തുള്ളവരുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ലിംഗന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവർ പറ്റുമെങ്കിൽ അത് വിശ്വാസികൾ സമ്മതിക്കുമെന്നുള്ള സംശയം. എങ്കിൽ പോലും ദേവസ്വം ബോർഡ് നേരിട്ട് കടന്നു കയറിക്കൊണ്ട് ഒരുപാട് വലിയ വിപ്ലവങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വേണ്ടെങ്കിലും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളെങ്കിലും ആദ്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് വനിതകളടക്കമുള്ളവരെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ചെറിയ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത നമ്മളിവിടെ തിരിച്ചറിയണം. അതിന് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചർച്ചകളോ നിമിത്തമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പോലീസും CCTV ക്യാമറയും ആരാധനാലയങ്ങൾ എന്ന വീഡിയോയുടെ ലിങ്ക് ഇവിടെ ചേർത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ വിഷയത്തെ മറ്റൊരു തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. മൂന്നാമത്തെയാണ് നമ്മൾ ദേവസ്വം ബോർഡുകൾക്ക് ചെയ്യാവുന്ന വലിയ ദൗത്യങ്ങളിലേക്കാണ്. നമ്മൾ മറ്റൊരു വീഡിയോ നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. കൊള്ളുവൻ പാട്ടും നാടൻ പാട്ടും സവർണ്ണകലകളാവാത്ത ഒരു കേരളത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കലയും സവർണ്ണ കലയും എന്ന വൈരുദ്ധ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ചേർത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ ചർച്ചയുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് നമ്മളിവിടെ പ്രതിപാദിക്കേണ്ടത്. കലകൾക്ക് ചുറ്റുപാടത്തുള്ള ചെറിയ വഴിയോട് കർഷകർ ഒരു നിമിഷം നേരത്തെ പറഞ്ഞ ചെറുകിട വഴിയോടെ കച്ചവടക്കാർക്ക് അവസരം നൽകുന്ന, കലകൾക്ക് അവസരം നൽകുന്ന ഒരു സാമൂഹികത. അതോടൊപ്പം തന്നെ കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളായി അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മാത്രമായി മാറി ഇതുവരെ കേൾക്കാത്ത ജ്വരങ്ങൾ നമുക്ക് നൽകുന്ന ഇടമായി മാറുന്ന ഒരു ഘട്ടത്തിൽ ആൽമരങ്ങളും അമ്പലക്കുളങ്ങളും എല്ലാമുള്ള ഒരു പുതിയ ഒരു സംവിധാനം അല്ലെങ്കിൽ പഴയൊരു സംവിധാനത്തെ തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനമായിട്ട് കൊണ്ടുവരാനുള്ളൊരു അവസരം കൂടിയാണ് ഇത്. മണ്ണിൽ ചവിട്ടി ചെടികളും ആൽമരങ്ങളും എല്ലാമുള്ള ഒരിടത്തിലൂടെ തൊഴുതു വരുന്നതിലുള്ള ഒരു ശാസ്ത്രീയതയുണ്ട്. മണ്ണും ആൽമരവും ഓക്സിജനും എല്ലാം ചേരുന്ന ആ ഒരു ശാസ്ത്രീയതയാണ് നമ്മൾ തിരിച്ചു കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട് BJPയോട് സംസാരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടൊരു കാര്യം. മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞെന്ന് പോലെ ഞാനും BJP അനുഭാവിയായിരുന്ന ഒരാളാണ്. ക്ഷേത്രങ്ങളും അവയുടെ സംരക്ഷണവും മാത്രമല്ല, നളന്ദയും തക്ഷശിലയും കൂടിയാണ് ഇന്ത്യയുടെ ഇന്നലെ എന്ന് BJP പലപ്പോഴും മറക്കുന്നുണ്ട്. സ്ഥാനം തിരിച്ച രാജാവിൻ്റെ സ്ഥലം കൂടിയാണ് അയോധ്യ എന്നുള്ളതും അവർ മറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. കലകളെ, ചെറുകിട കച്ചവടക്കാരെ, അത് കുടിൽ വ്യവസായമാവാം, നേരത്തെ പറഞ്ഞ പോലെ കേര മുതൽ നീര മുതൽ കാതി വരെയുള്ളവയെ
ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്ന, അവർക്ക് അവസരം നൽകാൻ കഴിയുന്ന സംവിധാനമാണ്. മണ്ണും സസ്യലതാദികളും എല്ലാം ചേരുന്ന ഒരു പുതിയ സംരക്ഷണ ഇടമായിട്ട്, ഒരു മാതൃകയായിട്ട് നമുക്ക് ദേവസ്വം ബോർഡിനെ നമുക്ക് മാറ്റാൻ കഴിയേണ്ടതുണ്ട്. അത് വലിയൊരു സാമൂഹിക ദൗത്യമാണ്, സാമ്പത്തിക ദൗത്യം. അതോടൊപ്പം തന്നെയുള്ളതാണ് നേരത്തെ പറഞ്ഞ സാംസ്കാരികമായ ദൗത്യം. ദേവസ്വം ബോർഡിലെ പ്രാതിനിധ്യം ജാതിക്കും ലിംഗത്തിനും മതത്തിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ദേവസ്വം ബോർഡിനെ പുനർനിർണ്ണയിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ ഭൂവിനിയോഗം അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തോടുകൂടിയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്. ആ സന്ദേശം നമ്മൾ നൽകിയേ തീരും. കേരളത്തിലെ ഇടുങ്ങിയ ഭൂവിസ്തൃതി, അതിനേക്കാൾ ഇടുങ്ങിയ നമ്മുടെ മനോവീതി, പുനരുപയോഗം എന്ന സാധ്യതയെ, സംരക്ഷണം എന്ന സാധ്യതയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു ഒരു ചർച്ചയിലേക്കാണ് നമ്മളെ ഇത് കടത്തേണ്ടത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ നമ്മളെ കടന്ന് ചെന്നെത്തിക്കണം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ആ സാമൂഹിക ദൗത്യം, അത് വീടുകളോടും റോഡുകളോടും ജലാശയങ്ങളോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെ സ്വാധീനിക്കും, എങ്ങനെ മാറ്റാം എന്നുള്ളതിലുള്ള മാതൃകയാണ്. ഇടുങ്ങിയതല്ലാത്ത വിശാലമായ വഴികളുള്ള ഒരിടമാവണം ആരാധനാലയങ്ങൾ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അവിടെ നമ്മൾ സൃഷ്ടിക്കുന്ന മാതൃകയാണ്. വലിയൊരു സാമൂഹിക ദൗത്യം ഏറ്റെടുക്കാൻ ഇത് ഒരു അവസരമാവട്ടെ, അതിനുള്ള ഒരു ഉത്തേജനമാവട്ടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഖാദർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. യഥാർത്ഥത്തിൽ പ്രാഥമിക തലത്തിൽ അല്ലെങ്കിൽ UP തലത്തിൽ ഇംഗ്ലീഷ് അടക്കമുള്ള കണക്കടക്കമുള്ള വിഷയങ്ങൾ വിദഗ്ധർ പഠിപ്പിക്കേണ്ടതിനെക്കുറിച്ചോ, പ്രാഥമിക തലത്തിൽ ഓൾ പ്രൊമോഷൻ ഒഴിവാക്കുക എന്നുള്ള ആശയത്തെക്കുറിച്ചോ അവിടെ പറയുന്നു. യഥാർത്ഥത്തിൽ പ്രാഥമിക തലത്തിലാണ് ഓൾ പ്രൊമോഷൻ ഒഴിവാക്കേണ്ടതെന്നുള്ളതും കണക്കും ഭാഷയുമെല്ലാം ചെറിയ തലത്തിലാണ് പഠിക്കേണ്ടതെന്നുള്ളതും, അല്ലെങ്കിൽ ചെറിയ തലത്തിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഉണ്ടാകുന്ന പരാജയം ഒരു കുട്ടിയെ ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും അവിടെയാണ് നമ്മൾ പ്രാധാന്യം പോകേണ്ടത് എന്നുള്ളത് പലതുകൊണ്ടും ഖാദർ കമ്മിറ്റി മറക്കുമ്പോഴും പുതിയ ചില പ്രഭാതത്തെ എങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത അവിടെ കൊണ്ടുപോകും. ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണശീലങ്ങളിലൊക്കെ അത് മാറ്റം വരുത്താം. എങ്കിൽ പോലും മാറുന്ന കാലക്രമത്തിൽ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ജീവിതശൈലി നമുക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ മതപഠനവുമായി ബന്ധപ്പെട്ട, വിശേഷവും മദ്രസ പഠനവുമായി ബന്ധപ്പെട്ട എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മതവും ലിംഗസമത്വവും പ്രകൃതിയും എല്ലാം ചേരുന്ന ഒരു സംവിധാനമാണ് ഷെയ്ഖ് ഹസീനയും വഖഫും ഖാദറും നമുക്ക് മുന്നിൽ തുറന്നിടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ എങ്ങനെ നമുക്ക് അതിജീവിക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ജനാധിപത്യവും പൗരാവകാശവും വെല്ലുവിളി നേരിടുമ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നു, പുതിയ സങ്കേതങ്ങൾ ഉണ്ടാകുന്നു. അത്തരം ചില സങ്കേതങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നത്. ഇത് നിർബന്ധിത മതപഠനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമ്മളെ നയിക്കേണ്ടത്. അത് ആവശ്യമാണ് ചർച്ചകളിലേക്ക് നമ്മൾ നയിക്കേണ്ടത്. കാരണം ഇത്തരമൊരു ഭൂമിയുടെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ക്രിസ്ത്യൻ മിഷണറികളും വഖഫ് ബോർഡോ ദേവസ്വമോ അമൃതാനന്ദമയോ ഒന്നും വിശാലമായൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു വിശ്വഭാരതിയോ ഒരു ടാഗോറോ നമുക്കുണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. രാജകൊട്ടാരങ്ങൾ ഗ്രന്ഥപുരകളായ ചരിത്രം നമുക്കുണ്ട്. അതെല്ലാം ഉള്ളപ്പോഴും പൂർണ്ണമായും വിട്ടുകൊടുക്കലിന് തയ്യാറായ മനസ്സുകൾ വളരെ കുറവാണ്. ആധ്യാത്മികതയുടെ ഒരു പരകോടിയിൽ നിൽക്കുന്ന ഇത്തരം ആളുകളിൽ നിന്ന്, ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് അത്തരമൊരു വിട്ടുകൊടുക്കൽ അധികാരത്തിൻ്റെ ചോർന്നു പോകലായിട്ട് അവർ സ്വയം വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വലിയൊരു അവസരമായിട്ട് വരുന്നത്.
അതിനെയാണ് നമ്മൾ അതിനുള്ളൊരു അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തുള്ള കൽപ്പാത്തി തന്നെ അത് വലിയൊരു ഉദാഹരണമാണ്. കാരണം അഗ്രഹാരം എന്ന പേരിൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിലൊരു വിശുദ്ധി കൽപ്പിച്ച് നൽകാൻ ഇതര ജാതിക്കാരായിട്ടുള്ള ആളുകളും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരടക്കം തയ്യാറാണെന്നിടത്താണ് അതിൻ്റെ അപജയം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ കൂടോത്രത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചുമുള്ള ചർച്ചകളൊക്കെ വരുമ്പോഴും ഇത്തരം ചർച്ചകൾ ഇത് വലിയ രീതിയിലുള്ള ഊരുവിലക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു പുരോഗമന സമൂഹം അവിടെയുമുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം. പലപ്പോഴും വലിയ രീതിയിൽ ലോകത്തെ ഏറ്റവും വലിയ കയ്യേറ്റം നടത്തിയിരിക്കുന്നത് ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പുഴയും മലയും ഇടിച്ചു നിരത്തുന്ന ആരാധനാലയങ്ങളുടെ ഈ കയ്യേറ്റത്തെ എതിർക്കാൻ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെയുള്ളവർ കഴിയാറില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള കൽപ്പാത്തി പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോയുടെ ലിങ്കുകൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കൽപ്പാത്തിൻ്റെ ഹെറിറ്റേജ് മിക്സറുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്കും അഗ്രഹാരങ്ങൾ അസമത്വമായി ബന്ധപ്പെട്ട വീഡിയോ ലിങ്ക് ഇതുകൂടെ ചേർന്നു. ഒപ്പം കൽപ്പാത്തി എന്ന ഹെറിറ്റേജ് മിക്സപ്പ് എന്ന പേര് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി ചെയ്ത ലേഖനത്തിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ കൂടെ ചേർന്നു. പുഴയെ സംരക്ഷിക്കാൻ ഒരു വലിയ മാതൃകയാവേണ്ടതാണ് കാശിയിൽ പാതിയായ കൽപ്പാത്തി. പക്ഷെ ലോകത്തെ ഏറ്റവും മലിനമായ പുഴകളുള്ള ഒരു ഇടങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ആരാധനാലയങ്ങളുടെ ഇടമല്ല. ലോകത്ത് ഏറ്റവും അധികം അനധികൃത കുടിയേറ്റങ്ങൾ അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ നടക്കുന്ന ഇടങ്ങളെന്ന് വളരെ ഉറപ്പോടെ പറയാവുന്ന ഇടങ്ങളാണ് ഇതെല്ലാം. ഒരു രീതിയിലും പുഴയോ അവിടുത്തെ പ്രകൃതിയോ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നിടത്താണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡിലുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുപോയേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ അവിടെ നടക്കുന്നു, വലിയ രീതിയിലുള്ള പുഴയുടെ മലിനീകരണം അവിടെ സംഭവിക്കുന്നു. അത് പ്രളയമാകുന്നു, കേടായ വെള്ളമാകുന്നു, പകർച്ചവ്യാധികളാകുന്നു. പുഴയിലേക്ക് ചാടി നീന്തി ഇത് ഒളിമ്പിക്സിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു മേയർ ഒരു വശത്തുള്ളപ്പോൾ പുരോഗമന സമൂഹത്തിൽ അല്ലെങ്കിൽ അഭിനവ അടിമ എന്ന് പറയാവുന്ന തോട്ടിപ്പണിക്കാരൻ ശ്വാസം മുട്ടി മരിക്കുന്നത്, മലയാളിയുടെ മനസ്സിൻ്റെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ മരിക്കുന്നത് നമ്മൾ കണ്ടു. KSRTC ബസ്സിൽ നിന്ന് കയ്യൂക്ക് കാട്ടി യാത്രക്കാരെ ഇറക്കിവിട്ട മേയറുടെ നാട്ടിൽ ആ അനന്തപുരിയിൽ നിന്ന് മണിക്കൂറുകളുടെ ദൂരം മാത്രമാണ് ഈ കൽപ്പാത്തിലേക്കുള്ളത്. കുറച്ച് ദിവസങ്ങളുടെ ദൂരം മാത്രമാണ് കാശിയിലേക്ക്. അപ്പോൾ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രകൃതിയുടെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം ഇതിനോട് ചേർന്ന് പോകുന്നു. ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചേർന്ന് പോകുന്നു. പ്രകൃതിലോല പ്രദേശങ്ങളുടെ നിർണയം മുതൽ പാലങ്ങളുടെ പദ്ധതികൾ മുതൽ പാഠ്യപദ്ധതി മുതൽ ഡാമുകളുടെ പദ്ധതി മുതൽ നികുതി പിടിക്കാൻ അധികാരം വരെയുള്ളവയിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന അല്ലെങ്കിൽ പ്രാതിനിധ്യം നൽകേണ്ടത് ആവശ്യകതയെ ചർച്ച ചെയ്യുന്ന ചില തീരുമാനങ്ങൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിനുണ്ട്. ഇത് കേരളത്തിന് ഒരു അവസരമായിട്ടാണ് കാണേണ്ടത്. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീനയും CAയും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഗവർണർക്കെതിരെയും സ്വന്തമായി വിദേശകാര്യമന്ത്രിക്ക് വേണ്ടിയും കേരളം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന സിദ്ധാന്തം ലോകമെമ്പാടും പരാജയപ്പെട്ടത് രണ്ട് ആശയങ്ങൾ കീഴിലാണെന്ന് സിറിയയും നൈജീരിയയും ചൈനയും ഇപ്പോൾ ബംഗ്ലാദേശും വെനിസ്വേലയും തെളിയിക്കുമ്പോഴും
ഗാഡ്ഗിലിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഗാഡ്ഗിലിനെക്കുറിച്ച് പരാമർശിക്കാതെ കേരളം മുന്നോട്ട് പോകുക, അത് വളരെ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഇസ്ലാമിക ഭീകരവാദവും കമ്മ്യൂണിസവും ഇത് രണ്ടും ചേരുന്നൊരു വോട്ട് ബാങ്ക് ആണ് കേരളത്തിൽ നിന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുരോഗമനമായ തീരുമാനമെടുക്കാനോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുരോഗമനമായ തീരുമാനമെടുക്കാനോ അവർ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ തിരിച്ചടി ഈ കണക്കിലെടുക്കും. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വരുന്നത്. ഇതിൽ ലിംഗസമത്വമുണ്ട്, സാമൂഹിക സുരക്ഷയുണ്ട്, പ്രകൃതിയുണ്ട്. അവിടെ നിന്നുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ മേയറിലേക്കും എത്തി. ഒളിമ്പിക്സ് വേദിയിലെ ചൂട് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഓർമ്മപ്പെടുത്തി. 30 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കൊരു കാഠിന്യമായിട്ട് തോന്നില്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ അത് വലിയൊരു അളവ് തന്നെയാണ്. അവിടെ നിന്നുമാണ് നമ്മൾ ഇതിലെ 4ാമത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത് ഫോർമുല 1. ഇതെല്ലാം എങ്ങനെ പരസ്പരം ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡാമുകളുമായി ബന്ധപ്പെട്ട്, അത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുല്ലപ്പെരിയാറിൻ്റെ അനിവാര്യത, പുതിയൊരു ഡാമിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട്. അതിനൊരു രാഷ്ട്രീയ ശക്തി ഇന്നുണ്ട്. അത് നമ്മൾ ചെയ്തേക്കും. അതോടൊപ്പം തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ മതേതരത്വം ഉണ്ടാകേണ്ടത്, അവിടെ ലിംഗസമത്വം ഉണ്ടാകേണ്ടത്, ആചാരങ്ങളിൽ സ്ത്രീകൾ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം ഉയർന്നു വരിക. ഈ വിഷയങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ ഉരുൾപൊട്ടലായാലും വയനാടായാലും ഷിരൂരായാലും എല്ലാം, ഷെയ്ഖ് ഹസീന ആയാലും ലണ്ടനിലെ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭങ്ങളായാലും ഇതെല്ലാം പരസ്പരം ചേർന്ന് പോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ. ഈ വിഷയങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന സ്വാതന്ത്ര്യം, പുരോഗമനവാദം, ഇതെല്ലാം എങ്ങനെ നമുക്ക് യോജിപ്പിക്കാം എന്നുള്ളൊരു വിഷയമാണ് നമ്മുടെ ചർച്ച. അതോടൊപ്പം തന്നെയാണ് സാങ്കേതികവിദ്യയും സാങ്കേതിക മികവും അവയുടെ യഥാർത്ഥ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഉയർത്തിഞ്ഞു വരുന്നത്. അവിടെയാണ് നമ്മൾ അവസാനം F1 പ്രകൃതിയോട് ചേരുന്ന പുനരുപയോഗിക്കാവുന്ന ഊർജവും വീടും ഫാഷനും കായിക വേദികളും ചർച്ച ചെയ്യപ്പെടാൻ ഏറ്റവും നല്ല വേദിയാണ് ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസ്. അവിടെ ഫോർമുല 1 റേസിൻ്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ലോകത്തിലെ ഏറ്റവും പ്രതിഭാധനരായ സാങ്കേതിക വിദഗ്ധരുടെ ഉപയോഗം ഫോർമുല 1 റേസ് എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചയ്ക്ക്, തീർച്ചയായും ഒരു മനോഹരമായ സ്പോർട്ടിംഗ് കാഴ്ച തന്നെയാണ്, ആ കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു വൈരുദ്ധ്യം. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തെക്കുറിച്ച്, കാർബൺ ന്യൂട്രലിനെക്കുറിച്ച്, ക്യോട്ടോ പ്രോട്ടോക്കോളിനെക്കുറിച്ച് എല്ലാം നമ്മൾ സംസാരിക്കുന്നൊരിടത്താണ് ഒളിമ്പിക്സും കലയും കായിക വേദികളും എല്ലാം പ്രകൃതിയോട് ചേരുന്ന പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തെക്കുറിച്ചും പ്രകൃതിയോട് ദോഷം ചെയ്യാത്ത ഊർജ്ജത്തെക്കുറിച്ചും പെട്രോളും ഡീസലും അപ്പുറത്തേക്കുള്ള ഊർജ്ജത്തെക്കുറിച്ചും സൗരോർജ്ജത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് ഫോർമുല 1 റേസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും മികവുറ്റ സാങ്കേതിക വിദഗ്ധരെ അവിടെ നമ്മൾ തളച്ചിടുന്നത്. അവിടെയാണ് നമ്മൾ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ബോർഡിലൂടെ, ദേവസ്വം ബോർഡിലൂടെ, അല്ലെങ്കിൽ ചിന്മയ മിഷനിലൂടെ, അമൃതാനന്ദമയിലൂടെ, മിഷണറികളിലൂടെ അവരിൽ നിന്നും എടുക്കുന്ന സമ്പത്തും സ്വത്തും, അല്ലെങ്കിൽ അതൊരു കണ്ടുകെട്ടലല്ല, യോജിച്ച് നിയമപരമായുള്ളൊരു വീണ്ടെടുക്കൽ, അതിലൂടെ നമ്മൾ വിഭവങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള
ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്തരമൊരു വിഷയമാണ് ഇവിടെയും ഉയർന്നത്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അവിടെ നമ്മൾ മണ്ണിനടിയിലേക്കും കടലിനടിയിലേക്കും പോകേണ്ട ISROയും നാസയും നമ്മൾ ചർച്ച ചെയ്യും. തീർച്ചയായും അത് സുനിത വില്യംസിൻ്റെ യാത്രയായാലും അനിശ്ചിതത്വത്തിലായ യാത്രയായാലും എല്ലാം ഇത്തരം ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളുടെ സേവനം ഇവരെല്ലാം വലിയൊരളവോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അത് മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഗവേഷണം മുതൽ നമ്മുടെ ഭക്ഷണം വരെയുള്ളവയിലേക്ക്, പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മെ സംരക്ഷിക്കുന്ന സാങ്കേതിക വിദ്യയിലേക്ക്, ഇതിനെല്ലാം ഇത്തരം ഗവേഷണങ്ങൾ നമ്മെ നയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ശിരൂരും വയനാടും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ്റെ അനന്തപുരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സാമൂഹിക സാങ്കേതിക വിദ്യകളെ എങ്ങനെ നമുക്ക് സമൂഹത്തോട് യോജിച്ച് പോകുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യത്തെ. അത് ജനാധിപത്യമാവാം, മതേതരവാദിയായ ഒരു വ്യക്തിക്ക് ലഭിച്ച അധികാരമാവാം, ജനാധിപത്യവാദിയായ ഒരു വ്യക്തിക്ക് ലഭിച്ച സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ പിന്തുണയാവാം, സാങ്കേതിക വിദ്യയാവാം, മതസംഘടനകളുടെ കയ്യിലുള്ള ഭൂമിയാവാം. ഇതെല്ലാം എങ്ങനെ സമൂഹത്തിനെ സ്നേഹിക്കുന്ന രീതിയിലേക്ക്, സമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഇവിടുത്തെ അന്തിച്ചർച്ചകളിൽ പോലും വരുന്നില്ല എന്നിടത്താണ് നേരത്തെ പറഞ്ഞ പോലെ ഗാഡ്ഗിലടക്കമുള്ളവർ ഈ നാട് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെ കൂടുതൽ വിശാലമായി ചർച്ച ചെയ്യാൻ അവസരമായിട്ട് ബംഗ്ലാദേശിലെ ഭരണാധികാരിയുടെ പലായനവും മതതീവ്രവാദത്തോടുള്ള രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാടും നരേന്ദ്രമോദിയും ട്രംപും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ചകളിൽ മാധവ് ഗാഡ്ഗിലും ഫോർമുല 1 റേസും ഭൂമിയോട് മണ്ണിനോട് സ്നേഹമുള്ള മനുഷ്യനും കൂടി ചേരുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. പാരീസിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. പാരീസിൽ പുനരുപയോഗിക്കാവുന്ന ഫാഷൻ ഉണ്ടായിട്ടുണ്ട്, വിപ്ലവങ്ങളുണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടാവേണ്ടത് എന്താണെന്ന് വയനാടും ശിരൂരും നമ്മളോട് പറയും. താങ്ക് യു.